വർക്ക് സ്ട്രെസ് എന്ന് പറയുന്ന വർക്ക് ലോഡ് മാത്രമല്ലെന്ന് ഞാൻ പറയുള്ളൂ. അതായത് അത് കോമൺലി ഉള്ളൊരു മിസ്കോൺസെപ്ഷൻ ആണ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ അതൊരു വർക്ക് സ്ട്രെസ് ആണെന്നുള്ളത്. അത് ഡെഫിനിറ്റ്ലി അതൊരു വർക്ക് സ്ട്രെസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനപ്പുറം കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്ത, അതായത് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ വർക്കിന്റെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഭയങ്കര കോമൺലി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. എക്സസീവ് ലോഡ്, ഐ മീൻ എക്സസീവ് ടാസ്കുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഒരിക്കലും നോ പറയാൻ പറ്റാതിരിക്കുക എന്നുള്ളത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. എല്ലാവർക്കും ഇപ്പോൾ ഉള്ള പ്രശ്നമാണ് അതെ എന്തിനോടെങ്കിലും നോ പറയാന്നുള്ളത്. അതെ അതെ അതെ. വർക്ക് സ്ട്രെസ് എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ കാര്യം എന്തായിരിക്കും? നമ്മുടെ ക്രിങ്കില് ഹാൻഡിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളിൽ ഒന്നാണ് വർക്ക് പ്ലേസ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വർക്ക് പ്ലേസ് കൺസേൺസ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇന്ന് മോസ്റ്റ് കോമൺലി ആൾക്കാർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഇന്ന് നമ്മുടെ ക്രിങ്കിൻ്റെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള റൈനയുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ക്രിങ്കിൻ്റെ പ്രൊഡക്റ്റ് മാർക്കറ്റർ നബുഹാൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ വർക്ക് സ്ട്രെസ് എന്ന് പറയുമ്പം ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് വർക്ക് ലോഡ് എന്നുള്ള കാര്യമാണ്, വിച്ച് ഈസ് വർക്ക് സ്ട്രെസ് എന്നുള്ളത്. അപ്പം വർക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് വർക്ക് ലോഡ് മാത്രമാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വർക്ക് സ്ട്രെസ് എന്ന് പറയുന്ന വർക്ക് ലോഡ് മാത്രമല്ലെന്ന് ഞാൻ പറയുള്ളൂ. അതായത് അത് കോമൺലി ഉള്ളൊരു മിസ്കോൺസെപ്ഷൻ ആണ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ അതൊരു വർക്ക് സ്ട്രെസ് ആണെന്നുള്ളത്. അത് ഡെഫിനിറ്റ്ലി അതൊരു വർക്ക് സ്ട്രെസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനപ്പുറം കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം ഒരു ഓട്ടോണോമി ഇല്ല. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ടാസ്കുകളിൽ എല്ലാത്തിലും നമ്മുടെ ഒരു മാനേജറിൻ്റെ ഇടപെടൽ കാര്യങ്ങൾ, പിന്നെ അതുപോലെ എന്താ പറയുക, നമുക്കൊരു ജോബ് ഇൻസെക്യൂരിറ്റി. അതായത് ഞാൻ എൻ്റെ ജോബ് ലൂസ് ചെയ്യുമോ, എനിക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു കോൺസ്റ്റന്റ് പേടി. ഇതൊക്കെ ഡെഫിനറ്റ്ലി വർക്ക് സ്ട്രെസ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്ത, അതായത് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ വർക്കിന്റെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൊളീഗ്സ് ആയിട്ടുള്ള ഇഷ്യൂസ്. അതായത് നമുക്ക് ഡീൽ ചെയ്യുന്ന ആളുകളായിട്ടുള്ള പ്രശ്നം. അതായത് നമുക്കൊരു പ്രോപ്പർ വർക്ക് പ്ലേസ് കൾച്ചർ ഇല്ലാത്തതും ഡെഫിനറ്റ്ലി സ്ട്രെസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് ശരിക്കും ഒരു വർക്ക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ റൈറ്റ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് വർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കേണ്ട ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തായിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്, ഈ വർക്ക് ലോഡ് എങ്ങനെയാണ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ എക്സസീവ് റെസ്പോൺസിബിലിറ്റീസിനോട് എങ്ങനെയാണ് നോ പറയുക എന്നുള്ളത്. അതിപ്പോ ഭയങ്കര കോമൺലി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. എക്സസീവ് ലോഡ്, ഐ മീൻ എക്സസീവ് ടാസ്കുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഒരിക്കലും നോ പറയാൻ പറ്റാതിരിക്കുക എന്നുള്ളത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. എല്ലാവർക്കും ഇപ്പോൾ ഉള്ള പ്രശ്നമാണ് അതെ എന്തിനോടെങ്കിലും നോ പറയാന്നുള്ളത്. അതെ അതെ അതെ. ബേസിക്കലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അവരെങ്ങനെ കാണും? അവരെന്നെ പറ്റി എന്താ വിചാരിക്കുക? അല്ലെങ്കിൽ എൻ്റെ ജോബിന് ഇത് പ്രശ്നമാവോ? ഇപ്പൊ ഈ ടാസ്ക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ പറഞ്ഞു വിടുവോ? അങ്ങനെയുള്ള ചിന്തയിൽ ഒരാളുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നോ പറയാൻ പറ്റാത്തത്. അപ്പം ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹെൽത്തി ആയിട്ടൊരു ബൗണ്ടറി നമുക്ക് വർക്ക് പ്ലേസിൽ വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് വർക്കിനെ തന്നെ എഫക്ട് ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ ഒരു 5 ടാസ്ക് ചെയ്യുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിൽ കൂടുതൽ ഇപ്പൊ നമ്മൾ 10 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 10ഉം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റിയെന്ന് പറ്റും. വരില്ല. അപ്പോൾ നമുക്കിപ്പോ ഇങ്ങനെ പറയാം. അതായത് എനിക്ക് ഓക്കെയാണ്. അതായത് നമ്മൾ അടച്ചൊരു നോ പറയല്ല അവിടെ ചെയ്യണം. നമ്മൾ പറയാ എനിക്കിത് ചെയ്യാൻ ഓക്കെയാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ ഞാൻ ഇത്ര ടാസ്കുകൾ ഡീൽ ചെയ്യുന്നുണ്ട്. എത്രയാണ്? അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ എനിക്കത് ക്വാളിറ്റിയോടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ പൊതുവേ ഒരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഒരു പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവുമ്പം വർക്ക് പ്ലേസിൽ മാത്രമല്ല ഓവറോൾ അവർക്ക് നോ പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവരെ നമ്മൾ കുറച്ചും കൂടി ഒരു തെറപ്പി സെഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം അവരുടെ തോട്ട്സിലൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി വർക്ക് ചെയ്ത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അസർട്ടിവ്നെസ് ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് അവർക്ക് നോ പറയാൻ പറ്റും. അങ്ങനെയാണ്. അടുത്തായിട്ട് വർക്ക് സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഉം. പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം വർക്ക് ഫ്രം ഹോം ആണെങ്കിലും വർക്ക് ഫ്രം ഓഫീസ് ആണെങ്കിലും ഈ രണ്ട് സ്ഥലത്തും നമുക്ക് എങ്ങനെ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാം എന്നുള്ളൊരു ചോദ്യം. അതെ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ട്ടോ. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി വർക്ക് ഫ്രം ഹോം. വർക്ക് ഫ്രം ഹോമിലും വർക്ക് ഫ്രം ഓഫീസ് നോക്കുകയാണെങ്കിൽ അതായത് വർക്ക് ലൈഫ് ബാലൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് പോലും ചിലർക്ക് അറിയില്ല. ശരിക്കും ആ ഒരു പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും സെഗ്രിഗേറ്റ് ചെയ്യേണ്ട ഒരു നീഡ് എത്രത്തോളം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി അത് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. കാരണം അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും നമുക്ക് നമ്മുടെ പ്രോപ്പർ റൂൾസ് ശരിക്കും പ്ലേ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ നിബാൻ ചോദിച്ചത് വർക്ക് ഫ്രം ഹോമും വർക്ക് ഫ്രം ഓഫീസും അല്ലേ? അതിലിപ്പം ഫസ്റ്റ് നമുക്ക് വർക്ക് ഫ്രം ഹോം എടുക്കാം. അതാണ് ഇപ്പൊ ഭയങ്കര കോമൺലി കണ്ടുവരുന്നത്. അപ്പോൾ
ബേസിക്കലി വർക്ക് ഫ്രം ഹോം ഉള്ള ആളുകൾക്ക് പൊതുവെ ഉള്ളതാണ്. അപ്പൊ എന്താണേലും ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇത് അതിന്റെ കൂടെ അങ്ങ് നടന്നു പോവാന്നുള്ളൊരു സംഭവമാണ്. ഓൾറെഡി വർക്ക് ഫ്രം ഹോം ആണല്ലോ. അതെ, അതെ. അതാണ്. അപ്പം അതിലത് സെഗ്രിഗേറ്റ് ചെയ്യാൻ കുറച്ച് ടിപ്സ് നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാന്ന് തോന്നുന്നു. അതായത് ഇപ്പം ഒന്നെന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഒരു വർക്ക് സ്പേസ് ഡെഡിക്കേറ്റ് ചെയ്യാന്ന്. പറ്റുവാണെങ്കിൽ ഒരു റൂം തന്നെ വർക്കിന് വേണ്ടി സെറ്റ് ചെയ്യാന്നുള്ളതാ പറയാ. അപ്പൊ അത് പറ്റുന്നില്ലാത്തവർക്ക് ഒരു ടേബിള്, ഒരു വർക്ക് പ്ലേസ് ടേബിള് സെറ്റ് ചെയ്യാന്നുള്ളതാ. അവിടെ വേറെ ഒന്നും ചെയ്യാതെ വർക്കിന് വേണ്ടി മാത്രം ഡെസിഗ്നേറ്റ് ചെയ്യാന്നുള്ളത്. അത് ശരിക്കും നമുക്ക് ആ ഒരു ബൗണ്ടറി സെറ്റിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊന്ന്. പിന്നെ അതുപോലെ ഇടയ്ക്ക് ബ്രേക്സ് എടുക്കുക. ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക്. അതായത് ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, വർക്കും ചെയ്യുന്നു. അതല്ലാതെ നമുക്കൊരു ശരിക്കും ഒരു 5-10 മിനിറ്റ്സ് ഇടയ്ക്കൊന്ന് ബ്രേക്ക് കൊടുക്കുക എന്നുള്ളത്. പിന്നെ വർക്ക് ഫ്രം ഹോമിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ആയിരിക്കുമല്ലോ മോസ്റ്റ്ലി ഉള്ളത്. അങ്ങനെ വരുമ്പോഴും നമ്മൾ തന്നെ പ്രോപ്പറായിട്ട് ഒരു സ്റ്റാർട്ട് ടൈമും ഒരു എൻഡ് ടൈമും ഫിക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈം രാവിലെ നമ്മളിപ്പോൾ ഒരു ഓഫീസിലേക്ക് പോകുന്ന പോലെ തന്നെ ലോഗിൻ ചെയ്യുക. ആ ഒരു ടൈം കഴിയുമ്പോൾ ലോഗ് ഓഫ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലയന്റിനോട് സംസാരിച്ചപ്പം ആള് പറഞ്ഞൊരു കാര്യമാണ്. വർക്ക് ഇപ്പോൾ 6 മണിക്ക് ഞാൻ നിർത്തിയാലും ലാപ്ടോപ്പ് അങ്ങനെ തുറന്ന് വെച്ച് അതെല്ലാം അങ്ങനെ വെച്ചിട്ട് പോകും. അങ്ങനെയല്ല ശരിക്കും നമ്മൾ പാക്ക് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ പോകുമ്പോൾ എങ്ങനെ പാക്ക് ചെയ്യുന്നോ അതുപോലെ പാക്ക് ചെയ്ത് വെക്കണം എന്നാ പറയുക. കാരണം ശരിക്കും അത് സെഗ്രിഗേറ്റ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആ ഒരു വർക്ക് ഹവർ കഴിയുമ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഡേ വരുമ്പോൾ അഗൈൻ ലോഗിൻ ചെയ്യുക ഓവറോൾ അഗൈൻ. അത് നല്ലൊരു കാര്യമായിരിക്കും. വർക്ക് ഫ്രം ഹോമിന് നമുക്കങ്ങനെ അങ്ങനെ സിമ്പിൾ സ്റ്റെപ്സ് എടുത്ത് കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം നമുക്കങ്ങനെ കൊണ്ടുപോകാം. പിന്നെ അതുപോലെ വർക്ക് ഫ്രം ഓഫീസിൽ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഓഫീസിലിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒരു 5-10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അതായത് ജസ്റ്റ് ഒരു കോഫിക്ക് പോവുക, അല്ലെങ്കിൽ നന്നായി ഒന്ന് സ്ട്രെച്ച് ചെയ്താലും മതി. ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്നിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. കാരണം നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഫിസിക്കലി മാത്രമല്ല ഇമോഷണലിയും നമ്മൾ വല്ലാതെ ഡ്രെയിൻഡ് ആകും. അപ്പോൾ ഇടയ്ക്കൊന്ന് സ്ട്രെച്ചിങ് കൊണ്ടുവരാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തലയിടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പ്രയോറിറ്റൈസ് ചെയ്ത് രാവിലെ വരുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതിൽ അങ്ങനെ ചെയ്തു പോവുക എന്നുള്ളത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ടോക്ക് ടു സംവൺ. അതായത് നമ്മുടെ ഒരു മാനേജറോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊളീഗോ എടുക്കുന്ന ടൈം കണ്ടെത്തി അവരോടൊന്ന് സംസാരിക്കുക എന്നുള്ളത് നല്ലതാണ്. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു കറക്റ്റ് ടൈമിന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ ചിലപ്പോൾ 6 മണി എന്നുള്ളത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറന്നു ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്യുക. പിന്നെ കോൾസ് വരുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാതിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ ഒരു സെഗ്രിഗേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ ഇതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താ പറയുക സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ്. അടുത്തതായിട്ട് മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കോമൺ ആയിട്ട് എല്ലാവരും പറയും, ഉം. എനിക്ക് പഴയ പോലെ ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു പേസ് ഇല്ല വർക്ക് ചെയ്യുന്നതിന്, ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആണെന്നൊക്കെ ആൾക്കാർ പറയും. അതെങ്ങനെയാ റിയാക്ട് ചെയ്യുക? അത് ഇപ്പം നമ്മള് ഒരു ഫീൽഡിൽ തന്നെ കുറേ നാൾ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മടുപ്പ് വരാന്നുള്ളത് സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഓവർകം ചെയ്യേണ്ടതും നമുക്ക് ആവശ്യമാണല്ലോ. അതെ. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളോട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുള്ളത്. അതായത് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒരു ജോബിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ എന്നെ ലൈവ്ലി ആയിട്ട് നിർത്താൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എൻ്റെ പാഷനായിട്ട് ഇത് കണക്റ്റഡ് ആണോ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്വന്തം ഒന്ന് ചോദിക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു റോളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വൈബ്രന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. നമുക്ക് തന്നെ പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അത് നമ്മുടെ മാനേജറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പ് സ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഏത് ഫീൽഡാണെങ്കിലും അപ്പ് സ്കില്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പുതിയൊരു സ്കില്ല് പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ ഒരു മടുപ്പ് മാറ്റി വേറെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പുതിയ പുതിയ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കും എന്ന് തോന്നുന്നു. അടുത്തായിട്ട് ഉം. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൾക്കാർ പറയും, ഏഹ്, നമുക്ക് കൊളീഗ്സുമായിട്ട് സെൽഫ് കമ്പയർ ചെയ്യാം. അതായത് ഒരു കൊളീഗിൻ്റെ പ്രോഗ്രസ് കാണുമ്പം സെൽഫ് ഡൗട്ടായിട്ട് നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്യും. ഞാനെന്താ ഇങ്ങനെ, അവൻ നല്ല പ്രോഗ്രസ്ഡ് ആണല്ലോ, ഞാൻ ഡൗൺ ആയിട്ടാണോ ഞാൻ പോകുന്നതെന്നുള്ളത്, ഞാൻ ചിലപ്പം കിക്ക് ഔട്ട് ആവുമോ എന്നുള്ളൊരു പേടി. അതെങ്ങനെയാണ് ആ ഒരു സെൽഫ് ഡൗട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ സെൽഫ് കമ്പയറിങ് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത്? ഇത് ഇന്നത്തെ കാലത്ത് ഭയങ്കര റെലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടൊരു വേൾഡിലാണ്. അപ്പം അതെ. ഞാൻ അവരെക്കാളും ബെറ്റർ ആവണ്ടേ? അല്ലെങ്കിൽ അവരെന്നെക്കാളും മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ എന്ത് വാല്യൂ ഉള്ളത്? എന്നുള്ള തോട്ട്സ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാവർക്കും വരും. പക്ഷേ ഇത് നമ്മൾ റൈറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. കാരണം ഇതും നമുക്ക് വർക്ക് സ്ട്രെസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം. നമുക്ക് സമാധാനം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ തോട്ട്സ് നമ്മുടെ സെൽഫ് ഡൗട്ട് കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ
ഒരു തെറപ്പിയിലൂടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് അത് ഭയങ്കരമായിട്ട് നമ്മള് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു തെറപ്പിയൊക്കെ എടുത്ത് പ്രോപ്പറായിട്ട് അത് എന്താ പറയുക ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് അറിയണം. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ജേർണി റിഫ്ലക്റ്റ് ചെയ്യുക. അതായത് മറ്റുള്ളവരുടെ ഒരു ജേർണി നോക്കാതെ നമ്മുടെ സ്വന്തം ജേർണി, അതായത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങി, ഇപ്പം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് ഫീൽ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെയാണോ ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസസ് അതൊക്കെ ശരിക്കും എന്താണെന്നുള്ളതൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് കിട്ടുന്ന ചെറിയ അച്ചീവ്മെന്റ്സ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ലൈഫിലാണ് നമ്മളുള്ളത്. അപ്പം ഇതിപ്പോൾ എന്തത്ര വലിയ കാര്യം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം. പക്ഷെ അതല്ലാതെ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുക, അതിന് കുറച്ച് ടൈം എടുക്കുക. പിന്നെ അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്സ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒബ്വിയസ്ലി നമ്മളൊരു വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫീഡ്ബാക്സ് ഉണ്ടാവും. അത് സേവ് ചെയ്ത് വെച്ച് ഇടയ്ക്കൊന്ന് ഇതൊന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കുക. ഇതൊക്കെ ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ ശരിക്കും ജേർണൽ ചെയ്ത് വെക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് എൻഹാൻസ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. അപ്പം ഇത്രയാണ് നമുക്ക് വർക്ക് റിലേറ്റഡ് കൺസേൺസ് അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ മോസ്റ്റ് കോമൺലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പം വേറൊരു എപ്പിസോഡിൽ കാണാം. ബൈ.